നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രാൻസ്ഫോർമർ എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് മൂവിങ് പാർട്സ് ഒന്നും ഇല്ലാത്ത ഒരു ഇലക്ട്രിക്കൽ ഡിവൈസാണ്. അതിൽ എന്തേ ഉണ്ടാവുള്ളൂ, ഒരു കോറ്, ഒരു വൈൻഡിങ്, പിന്നെ അതിൻ്റെ കേസ്, അതിൻ്റെ മറ്റേ ബോഡി, അതിൻ്റെ ഓയില്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലുണ്ടായിരിക്കുക. അപ്പോൾ അത് ഓൾറെഡി മൂവിങ് പാർട്സ് ഇല്ലാത്ത കാരണം മെയിൻ്റനൻസ് കമ്പാരബിളി കുറവാണ്. എന്നാലും അതിന് ലോങ് ലൈഫും അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ട്രബിൾ, അത് കേടുപാട് സംഭവിക്കാതിരിക്കാനും ഒക്കെ കൂട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, പിന്നെ മെയിൻ്റനൻസിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പറയാം. അതായത് ഇതിൻ്റെ ട്രാൻസ്ഫോർമർ ബ്രേക്ക് ഡൗൺ ആവാനുള്ള കാരണം. ബ്രേക്ക് ഡൗൺ മീൻസ് അത് ഓഫ് ആവാനോ അതിൻ്റെ ഓവർ കറണ്ട് ഫ്ലോ ഒക്കെ വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് സപ്ലൈ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ, അതിനാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അത് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, പിന്നെ ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ ഈ ട്രാൻസ്ഫോർമറിൻ്റെ ലൈഫിനെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് ഒരു മെയിൻ്റനൻസ് ചെയ്യുക, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, പിന്നെ ഒരു ഷെഡ്യൂള് എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ പിന്നെ ട്രാൻസ്ഫോർമറിന് ഒരു മെയിൻ്റനൻസ് എങ്ങനെയാണ് ചെയ്തേണ്ടത് എന്നുള്ളതിൻ്റെ ഷെഡ്യൂളിനെ കുറിച്ചുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദി കോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ട്രാൻസ്ഫോർമർ. ഒരു ട്രാൻസ്ഫോർമറിന് ബ്രേക്ക് ഡൗൺ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ ട്രാൻസ്ഫോർമറിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വൈൻഡിങ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെന്താണ് കൂടെ ഉണ്ടായിരിക്കും. കണ്ടക്ടറിൻ്റെ പുറമേ ആയിട്ട് നമ്മൾ പിന്നെ ഒരു ഇൻസുലേറ്ററും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊരു ക്ലോത്ത് ആയിരിക്കാം, അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ടായിരിക്കാം അത് എന്തുണ്ടായിരിക്കുക, ഹൈ കറണ്ട് ആയതുകൊണ്ട് തന്നെ അതിനെ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഇൻസുലേഷന് എന്ത് വരാം, ഈ കേടുപാടുകൾ വരാം. അപചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലക്രമേണ ഇത് നമ്മൾ പിന്നെ അതിൻ്റെ എഫിഷ്യൻസി കുറയാം, അല്ലെങ്കിൽ അതിൻ്റെ ജീർണിക്കാനുള്ള സാധ്യതകൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അത് ചീത്തയായിട്ട് അതുകൊണ്ട് തന്നെ ഈ കറണ്ട് അവിടെ ഇവിടെ ലീക്കേജ് വരും. ഇപ്പോൾ വൈൻഡിങ്ങിൽ തന്നെ ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ കറണ്ട് ലീക്കേജ് വരുമ്പോൾ അത് ഹീറ്റായി കൺവേർട്ട് ചെയ്യും, അത് ഹീറ്റായി മാറും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺസ് അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ തന്നെ ചാൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് പിന്നെ അതിൻ്റെ ഡിസൈനിൽ വരുന്ന പ്രോബ്ലംസ് ആയിരിക്കും. നമ്മൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മാനുവലായിട്ട് എന്തെങ്കിലും ഒരു എറർ വരികയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അളവിലോ തൂക്കത്തിലോ വരുന്ന പിന്നെ ചെറിയ ഒരു കാര്യത്തിൽ പോലും എന്തുണ്ടായിരിക്കാം, ഈ ഓവർ കറണ്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള ഹീറ്റ് ആവാനും പിന്നെ അതുപോലെ ഇൻസുലേറ്റർ ദ്രവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇൻകറക്റ്റ് ഇൻസ്റ്റലേഷൻ എന്നാണ് പറഞ്ഞുള്ളത്. ഇൻകറക്റ്റ് ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇൻസ്റ്റാളേഷൻ, ഓക്കെ, അതായത് നമ്മൾ പ്രോപ്പർ അല്ലാതെ ശരിയായ രീതിയിലല്ലാതെ അത് അതിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കുമ്പോൾ ഉണ്ടാവാം ഈ പറയുന്ന പ്രശ്നങ്ങൾ. അതായത് ഓവർ ഹീറ്റിംഗ് ആയിട്ടും ഒക്കെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. പിന്നെ ഓവർലോഡ് വരാം. അതായത് നമുക്ക് പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫോർമറിൻ്റെ മാക്സിമം കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 100 ആംപിയർ ആണെങ്കിൽ നമ്മൾ അത് കൊടുക്കുന്നത് ചിലപ്പോൾ സഡൻലിയോ അല്ലെങ്കിൽ ലോഡ് കൂടുന്നതനുസരിച്ച് 100, 150, 200 വരികയാണെങ്കിൽ എന്താണ്, അതിന് വഹിക്കാൻ കഴിയുന്ന ലോഡിനെ ഓവറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും എന്ത് സംഭവിക്കാം, ഓവർലോഡ് എന്നുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പിന്നെ നെഗ്ലക്റ്റ്, അതായത് അറ്റൻഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അതായത് അതിനെ തീരെ ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ഒരു പിന്നെ ആഴ്ചയിലോ അല്ലെങ്കിൽ ഇത്ര മാസങ്ങളിലോ ഒരു മെയിൻ്റനൻസ്, വർഷത്തിൽ മിനിമം ഇത്ര എന്ന ലെവലിലെങ്കിലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനൊരിക്കലും അവോയ്ഡ് ചെയ്യരുത്, നെഗ്ലക്റ്റ് ചെയ്യരുത്. പിന്നെ ഈ തേയ്മാനങ്ങൾ കൊണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ വിയർ ആൻഡ് ടിയർ എന്ന് പറയുമ്പോൾ തേയ്മാനങ്ങൾ കൊണ്ട് ഉള്ള കേടുപാടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂവിങ് പാർട്സ് ഇല്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ കൂടിയും ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ സമയത്ത് അതിന് സ്പാർക്കിംഗ് എഫക്റ്റ് മൂലവും എന്തുണ്ടാവും, ആ ഒരു ടെർമിനൽ കണക്ഷൻ്റെ അവിടെ ഒരു ചെറിയ ഇതായിട്ടുള്ള ഒരു മൂവ്മെന്റ് വരാം. ആ മൂവ്മെന്റിലൂടെ ഈ കോണ്ടാക്റ്റുകൾ തമ്മിൽ
ചെറിയൊരു എന്താ പറയുക തേയ്മാനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കോണ്ടാക്ട് കിട്ടാത്തൊരവസ്ഥ അവിടെ സംഭവിക്കാം. അതുമൂലവും നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഡൗൺ സംഭവിക്കാം. പിന്നെ ഷോർട്ട്സ് ആയിട്ടുള്ള അപചയങ്ങൾ ചെറിയ ചെറിയ അവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ അതിനെ എന്തുണ്ടായിരിക്കും, അലൈൻമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചെറിയ അപചയങ്ങൾ, അതായത് തേയ്മാനങ്ങൾ ഇത് ഓവർ വെയിറ്റഡ് ആയ കാരണം വരാം. പിന്നെ ആക്സിഡന്റിൽ വരുന്നത് നമുക്കറിയാം, ഓവർ സർജ് കറണ്ട്, പിന്നെ ഈ പറയുന്ന എന്താ പറയാ ഈ പറയുന്ന നമ്മളെ ലൈറ്റിംഗ് അറസ്റ്റർ പ്രോപ്പറായി വർക്ക് ആകാതിരിക്കുക. അപ്പൊ അതായത് നമ്മളെ ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ ഓവർ കറണ്ട് അൺഎക്സ്പെക്ടഡ് ടൈമിലേക്ക് ഒഴുക്കുമ്പോഴൊക്കെ ഈ പറയുന്ന പോലെ ബ്രേക്ക് ഡൗൺ സംഭവിക്കാം. അടുത്തതായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ് പിന്നെ ട്രാൻസ്ഫോർമറിന്റെ ലൈഫിനെ ബാധിക്കുന്നത് എന്ന് നോക്കാം. അതിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളാണ് മോയ്സ്ചർ അഥവാ ഈർപ്പം, പിന്നെ ഓക്സിജൻ, പിന്നെ സോളിഡ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് അതായത് ഘനാവസ്ഥയിലുള്ള മാലിന്യങ്ങൾ, ഓക്കെ, പിന്നെ വാർണിഷ്, ഓക്കെ, വാർണിഷിൻ്റെ ടൈപ്പ്, വാർണിഷിൻ്റെ ക്വാളിറ്റി അതൊക്കെ വരും. പിന്നെ സ്ലാഗ്നെസ് ഓഫ് വൈൻഡിങ് എന്ന് പറയുന്നത് വൈൻഡിങ് അലസമായിട്ട് നമ്മൾ ലൂസ് ആവുന്ന അവസ്ഥ വരിക കാലക്രമേണ, അതും എന്താണ് ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. എഫക്റ്റ് ഓഫ് മോയ്സ്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈർപ്പം മൂലം നമ്മൾ ട്രാൻസ്ഫോമർ ഓയിലിൽ എന്തുണ്ടായിരിക്കും, ഒരു സർക്കുലേഷൻ വരുന്ന സമയത്ത് ട്രാൻസ്ഫോമർ ഓയിൽ ചൂടായിട്ട് റൈസായിട്ട് കൺസർവേറ്റർ ടാങ്കിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ പുറമേ നിന്നുള്ള വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും സിലിക്ക ജെല്ല് ബ്രീത്തർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൽ കൂടെ ഉള്ളിലേക്ക് പോകുന്ന മോയ്സ്ചർ വഴി എന്തുണ്ടായിരിക്കും, ഈ പറയുന്ന കോയിലിൻ്റെ ആൻഡ് ഇൻസുലേഷൻ വൈൻഡിങ്സിനൊക്കെ എൻ്റെ സ്ട്രെങ്ത്തിന്, ഡയലക്ട്രിക് സ്ട്രെങ്ത്തിന് കുറവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കാരണം എന്തുണ്ടായിരിക്കും, ഒരു ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് അതിനൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്, അത് അതിൻ്റെ പിന്നെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അത് എഫക്റ്റ് ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജൻ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അത് അവിടെ വെച്ചിട്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തിട്ട് അവിടെ സെല്ലുലോസ് പോലുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയും അതുമൂലം ഒരു ഓർഗാനിക് ആസിഡ്, ഒരു ആസിഡിറ്റി അവിടെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും എന്ത് ചെയ്യും, ഈ പറയുന്ന ഓയിലിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഒരു സർക്കുലേഷനെ എന്ത് ചെയ്യും, അത് വിപരീതമായിട്ട് ബാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ റൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ് പിന്നെ ട്രാൻസ്ഫോർമറിൻ്റെ ലൈഫിനെ ബാധിക്കുന്നത് എന്ന് നോക്കാം. അതിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളാണ് മോയ്സ്ചർ അഥവാ ഈർപ്പം, പിന്നെ ഓക്സിജൻ, പിന്നെ സോളിഡ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് അതായത് ഘനാവസ്ഥയിലുള്ള മാലിന്യങ്ങൾ, ഓക്കെ, പിന്നെ വാർണിഷ്, ഓക്കെ, വാർണിഷിൻ്റെ ടൈപ്പ്, വാർണിഷിൻ്റെ ക്വാളിറ്റി അതൊക്കെ വരും. പിന്നെ സ്ലാഗ്നെസ് ഓഫ് വൈൻഡിങ് എന്ന് പറയുന്നത് വൈൻഡിങ് അലസമായിട്ട് നമ്മൾ ലൂസ് ആവുന്ന അവസ്ഥ വരിക കാലക്രമേണ, അതും എന്താണ് ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അടുത്തത് എഫക്റ്റ് ഓഫ് വാർണിഷസ് ആണ്. അത് നമ്മൾ ആ പറയുന്ന ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ വാർണിഷിന് നമ്മൾ എന്ത് ചെയ്യും, ഈ ചില വാർണിഷുകൾക്ക് ഈ പറയുന്ന ട്രാൻസ്ഫോമർ ഓയിലുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ ഏർപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കെമിക്കൽ റിയാക്ഷൻസിൽ ഏർപ്പെടുന്ന വാർണിഷ് എന്തുണ്ടായിരിക്കും, അവിടെ സ്ലഡ്ജ്, ചെറിയ പദാർത്ഥങ്ങൾ അതിൽ വൈൻഡിങ്ങിൽ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും, അതായത് അതിൽ അടിഞ്ഞുകൂടാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ ആസിഡിറ്റി പോലുള്ള സ്ലഡ്ജ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും, നമ്മുടെ ഈ ട്രാൻസ്ഫോമർ ഓയിലിൽ അഗൈൻ റിയാക്ട് ചെയ്യുകയും വീണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ഹീറ്റ് ഇൻക്രീസ് ചെയ്യാനും ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷനെ ബാധിക്കാനും അത് ഇടവരുത്തും. അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് സ്ലാക്നെസ് ഓഫ് വൈൻഡിങ് ആണ്. അതായത് ഈ അലസമായിട്ട് ഈ നമ്മളുടെ വൈൻഡിങ്സിൽ വരുന്ന അതിൻ്റെ ചെറിയ ലൂസോ ഒക്കെ നമ്മൾ എന്തുണ്ടായിരിക്കും, ഈ ഇതുപോലെയുള്ള പ്രോബ്ലത്തിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മൾ ഫ്രഷായിട്ട് ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അത് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതായത് നമ്മൾ ട്രാൻസ്ഫോമർ ഓയിൽ മുക്കി വെച്ച് അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ അത് നാച്ചുറലി അതൊന്ന് സെറ്റ് ആവും, ഓക്കെ, ഓട്ടോമാറ്റിക്കലി.
അപ്പോൾ അങ്ങനെ സെറ്റ് ആവുന്ന സമയത്ത് നമ്മളുടെ എന്തുണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോയിലുകൾക്ക് വൈൻഡിങ്ങുകൾക്ക് നാച്ചുറലായിട്ടൊന്ന് താഴേക്കോ മേലേക്കോ വെയിറ്റ് ഒക്കെ കാരണം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ഥാനമാറ്റം സംഭവിക്കും. ചെറുതായിട്ടാണെങ്കിലും അതെന്തുണ്ടായിരിക്കും, അത് അതിൻ്റെ പിന്നെ ഇൻസുലേഷനെ അത് എഫക്റ്റ് ചെയ്യും. ഇൻസുലേഷൻ മേ ബി ടൈറ്റായി മാറാം. അപ്പോൾ അങ്ങനെ അത് എഫക്റ്റ് ചെയ്യാം. പിന്നെ മാത്രമല്ല നമ്മൾ കറക്റ്റ് ഒരു അളവിലാണ് അത് വൈൻഡ് ചെയ്ത് വെച്ചത് എങ്കിൽ കൂടിയും അതിൻ്റെ ഈ ഒരു സ്ഥാനമാറ്റം ചെറുതായിട്ട് വന്നാൽ പോലും അതിൻ്റെ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് അൺബാലൻസിന് അതുവരെ അത് ചാൻസ് ആവാം. അതായത് നമ്മൾ ഇൻപുട്ടിൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഔട്ട്പുട്ട് വന്നുകൊള്ളണം എന്നില്ല, ഈ ഒരു ചെറിയൊരു സ്ഥാനമാറ്റം കൊണ്ട് തന്നെ. അതായത് നമുക്കറിയാം ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഒരു ഇലക്ട്രിക്കലി ഐസൊലേറ്റർ ആൻഡ് മാഗ്നറ്റിക് കപ്ലഡ് ഡിവൈസ് ആണ്. കാരണം അത് തമ്മിൽ രണ്ട് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും തമ്മിൽ ഒരു കാരണവശാലും ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ല, മാഗ്നറ്റിക് കണക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ എന്തുണ്ടായിരിക്കും, ഒരു അൺബാലൻസ്ഡ് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഔട്ട്പുട്ടിൽ ചെറുതായിട്ട് വേരിയേഷൻസ് വരാം. പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു പറയുകയാണെങ്കിൽ മെക്കാനിക്കലായിട്ടാണ് ഇതിന് എന്ത് വരുന്നത്, അതായത് വെയിറ്റ് കാരണമാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ, അതായത് ചലനം സ്ഥാനമാറ്റം കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് വൈൻഡിങ് നമ്മൾ എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് അത് നല്ലപോലെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ്റനൻസ് പ്രൊസീജിയർ ഓഫ് എ ട്രാൻസ്ഫോമർ. ഇപ്പോൾ ട്രാൻസ്ഫോമർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് അത് ട്രാൻസ്ഫോമർ ഐസൊലേറ്റ് ചെയ്യണം. അതായത് അതിൻ്റെ ഫേസും ന്യൂട്രലും എനിവേ എന്ത് കണക്ഷൻ ആണെങ്കിലും അത് എന്ത് ചെയ്യണം, മെയിൻ സപ്ലൈയിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് മാറ്റി വെക്കണം. പിന്നെ അതിനുശേഷം അതിൻ്റെ ടെർമിനൽസ്, ഹെവി ട്രാൻസ്ഫോമേഴ്സിൻ്റെ എല്ലാം തന്നെ ടെർമിനൽസ് തീർച്ചയായും അത് എർത്ത് ചെയ്തിരിക്കണം. കാരണം ഇത് ഒരു വൈൻഡിങ് ഇൻഡക്റ്റീവ് എഫക്റ്റ് മൂലം അതിൽ മേ ബി ചെറിയതായിട്ട് സപ്ലൈ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്താലും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യണം, എർത്ത് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ ഓയിൽ ലെവൽ, ടാങ്കിലുള്ള ഓയിൽ ലെവൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. പിന്നെ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഫയർ അങ്ങനെയുള്ള കാര്യങ്ങൾ, തീയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രീത്തേഴ്സിനെ കുറിച്ചാണ്. ബ്രീത്തർ എന്ന് പറയുന്നത് നമ്മളുടെ ട്രാൻസ്ഫോർമറിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും എയർ സർക്കുലേറ്റ് ചെയ്യണം. ബിക്കോസ് നമ്മളെ മെയിൻ ടാങ്കിൽ നിന്നും കൺസർവേറ്റർ ടാങ്കിലേക്ക് ട്രാൻസ്ഫോമർ ഓയിൽ പിന്നെ ടെമ്പറേച്ചർ റൈസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പൊന്തിപ്പോവും. എന്നിട്ട് ആ ഒരു കൺസർവേറ്റർ ടാങ്കിൻ്റെ പകുതിയോളം അത് ചെന്ന് നിൽക്കും, പകുതി എന്ന ലെവലിൽ. അപ്പോൾ അതിൽ ബാക്കി പകുതി മേൽഭാഗം എയർ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഈ ലെവൽ താഴുമ്പോൾ പിന്നെ താഴെ നിന്ന് എയർ മേലേക്ക്, അതായത് പുറമേയുള്ള എയർ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലേക്ക് കൺസർവേറ്റർ ടാങ്ക് വഴി കയറും. ഇനി അതേപോലെ തന്നെ ഈ ഓയിലിൻ്റെ ലെവൽ കൂടുമ്പോൾ പിന്നെ ഈ ട്രാൻസ്ഫോമറിൻ്റെ ടാങ്കിലുള്ള, അതായത് കൺസർവേറ്റർ ടാങ്കിലുള്ള എയർ പുറത്തേക്ക് തള്ളുകയും ചെയ്യും. അപ്പോൾ ഇതൊരു കാരണവശാലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ആ ടെമ്പറേച്ചർ അനുസരിച്ച് ഈ പറയുന്ന ഓയിൽ എന്ത് ചെയ്യും, പിന്നെ അതിൻ്റെ ലെവല് കൂടുകയും, ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ എഗെയിൻ താഴും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺസർവേറ്റർ ടാങ്കിന് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്രീത്തർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, എയറിനെ കയറുക. അപ്പം എയറിൽ നമുക്കറിയാം ഒരുപാട് ഈർപ്പം, ഓക്കെ, മോയ്സ്ചേഴ്സ് കണ്ടന്റുകൾ ഉണ്ടായിരിക്കാം. ഈവൻ അതിലൊരു ഖരമാലിന്യങ്ങളും ഉണ്ടായിരിക്കാം, ഈർപ്പം ഉണ്ടായിരിക്കാം, പിന്നെ സോളിഡ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്ന ചെറിയ ഖരമാലിന്യങ്ങളും. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായും ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അത് ട്രാൻസ്ഫോമർ ലൈഫിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓക്സിജൻ എൻട്രി സ്ഥലത്ത്, വായു ഉള്ളിലേക്ക് കയറുന്ന സ്ഥലത്ത് നമ്മൾ ബ്രീത്തർ എന്ന് പറയുന്ന ഒരു സംഭവം വയ്ക്കുന്നത്. ആ ബ്രീത്തർ എന്ന് പറയുന്നത് തന്നെ പ്ലെയിൻ ബ്രീത്തറും ഉണ്ട്, സിലിക്ക ജെല്ല് ബ്രീത്തറും ഉണ്ട്. അപ്പോൾ പ്ലെയിൻ ബ്രീത്തർ എന്ന് പറയുമ്പോൾ അതിന് ജസ്റ്റ് ഒരു ഹോള്, അത് എന്താ പറയുക, ക്ലീനായി കീപ്പ് ചെയ്യുകയൊക്കെ വേണ്ടുള്ളൂ. പക്ഷെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്ക ജെല്ല് ബ്രീത്തറാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സിലിക്ക ജെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിന് ഈ മോയ്സ്ചർ പാർട്ടിക്കിളെ ഈർപ്പത്തെ അബ്സോർവ് ചെയ്യാനുള്ള ഒരു ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സിലിക്ക ജെല്ലിൽ ചെറിയ ചെറിയ തരികളായിരിക്കും. ആ തരികൾ ആദ്യം പ്യുവർ, അതായത് ട്രാൻസ്പെറൻറ്റ്, സുതാര്യമായ ഒരു തരികളായിട്ടാണ് കിട്ടുക ഫ്രഷ്ലി. പക്ഷേ അത് നമ്മൾ ഈ ഒരു മൗത്തിൽ, അല്ലെങ്കിൽ എന്താണ് പുറത്തേക്കുള്ള ഓപ്പൺ എൻഡിൽ നമ്മൾ ഈ സിലിക്ക ജെല്ലിലൂടെയാണ് എയർ പിന്നെ ഉള്ളിലേക്കും പുറത്തേക്കും പോവുക. അപ്പോൾ ഉള്ളിലേക്ക് കയറുന്ന സിലിക്ക ജെല്ലിന്റെ എയറിനെ ഉള്ള മോയ്സ്ചറിനെ ഇത് ഈർപ്പം വലിച്ചെടുക്കും. അപ്പോൾ സിലിക്ക ജെല്ലിന്റെ കളർ ആദ്യം എന്തായിരിക്കും? ട്രാൻസ്പെറന്റ് ആയിരിക്കും. പിന്നീട് അത് ഒരു ബ്ലൂഷിലേക്ക് മാറും, ഒരു നീല കളറിലേക്ക് മാറും. പിന്നെ അഗെയിൻ വീണ്ടും അതിങ്ങനെ അതിന്റെ പ്രോസസ്സ് നമ്മളെ എയറിലുള്ള കണ്ടാമിനൻസിനെ, ഇമ്പ്യൂരിറ്റീസിനെ വലിച്ചെടുക്കുന്നതിനനുസരിച്ച് അതെന്തായിട്ട് ഒരു പിങ്ക് ആയിട്ട് മാറും. അപ്പോൾ പിങ്കായി മാറിയ സിലിക്ക ജെല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗശൂന്യമാണെന്ന് പറയാം. അതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2000 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യണം? അതിനെ ചൂടാക്കിയിട്ട് അതിനെ വീണ്ടും ബ്ലൂ ആക്കി മാറ്റുക. ഓക്കെ, അതായത് അത് ക്ലീൻ ചെയ്യുക, പിന്നെ ഒരു ബ്ലൂ ആക്കി മാറ്റിയിട്ട് വീണ്ടും അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സിലിക്ക ജെല്ലാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ബ്രീത്തർ എന്ന് പറയുന്നത്. അത് എയറിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ അതുപോലെ തന്നെ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുക, മാലിന്യങ്ങളെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ട്രാൻസ്ഫോർമർ ഓയിലിനെ കുറിച്ചാണ് പറയുന്നത്. ആ ട്രാൻസ്ഫോർമർ ഓയിലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തീ പിടിക്കാത്ത ഒരു ഓയിലാണ് ട്രാൻസ്ഫോർമർ ഓയിൽ. എത്ര ഹീറ്റായി കഴിഞ്ഞാലും അത് തീ പിടിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ അനുസരിച്ച് അതിൻ്റെ പിന്നെ ലെവല് കൂടി വരും. ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ നോർമൽ ലെവല് കൂടി 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 വന്നിട്ട് അത് മെയിൻ ടാങ്കിൽ നിന്നും കൺസർവേറ്റർ ടാങ്കിലേക്ക് കടക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയില് നമ്മൾ ഈ ഓഫ് ലോഡ് കണ്ടീഷനിൽ, നമ്മളിപ്പോൾ ട്രാൻസ്ഫോമർ ഓഫ് ലോഡ് കണ്ടീഷനിലാണെങ്കിൽ, ഓഫാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ നോർമൽ ലെവൽ ചെക്ക് ചെയ്യണം. പിന്നെ അത് എവിടെയെങ്കിലും ഒരു ഗ്യാസ്കറ്റിലൊക്കെ ലീക്കേജ് കാണുകയാണെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യണം? അത് പിന്നെ ചെക്ക് ചെയ്തിട്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക തന്നെ വേണം. ട്രാൻസ്ഫോമർ ഓയിൽ ഒരു കാരണവശാലും ലീക്കാവാൻ പാടുകയില്ല. അടുത്തത് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണലി, നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന കണക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം നമ്മൾ ഈ കണക്ഷൻസ് ഇൻപുട്ടിങ്, അതായത് പ്രൈമറി കണക്ഷൻ ആയിക്കോട്ടെ സെക്കൻഡറി കണക്ഷൻ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അത് ലൂസ് ആവാതെ നോക്കണം. അതുപോലെ തന്നെ ടൈറ്റൺ ആയിട്ട്, അല്ലെങ്കിൽ മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വെക്കാൻ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതിൽ പെട്രോളിയം ജെല്ലി പോലെയുള്ള പിന്നെ ലൂബ്രിക്കൻസ് ഉപയോഗിച്ചിട്ട് അതിനെ കവർ ചെയ്തിരിക്കണം. ഒരു കാരണവശാലും എന്ത് ചെയ്ത് അത് നമ്മളുടെ പിന്നെ നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ടിൽ, ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? എർത്ത് ചെയ്യേണ്ട ഒരു ന്യൂട്രൽ എന്നുള്ള ഭാഗമുണ്ട്. അപ്പോൾ ആ ന്യൂട്രൽ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്തിട്ടില്ലെങ്കിലും അതിലെന്തായിരിക്കും? ട്രാൻസ്ഫോമറിലെ വൈൻഡിങ്ങിൽ എക്സസ് ആയിട്ട് കറണ്ടുകൾ നിൽക്കും. ഓക്കെ, അതായത് ന്യൂട്രൽ എന്ന് പറയുന്നത് ഒരു ബൈപ്പാസിംഗ് ആണ്. അതായത് നമ്മളുടെ നമുക്കറിയാം ന്യൂട്രൽ ലൈൻ, അതായത് ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡെൽറ്റ ടു ട്രാൻസ്ഫോമർ, നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, നമ്മൾ പുറമേക്ക് കാണുന്ന ട്രാൻസ്ഫോമർ, അതിൽ ഇൻപുട്ട് സൈഡിൽ RYB എന്ന് പറയുന്ന 3 ഫേസും പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് സൈഡ് അഥവാ സെക്കൻഡറി സൈഡിൽ RYB ഉണ്ടായിരിക്കും. അതായത് ലോ വോൾട്ടേജ്. ഇപ്പോൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് 11 kV ആണെങ്കിൽ പുറമേക്ക് എടുക്കുന്നത് ലോ വോൾട്ടേജ് 415 വോൾട്ടാണ്. പക്ഷെ നാലാമനായിട്ട് ഒരു കണക്ഷൻ കൂടി അവിടെ ഉണ്ടായിരിക്കും. അതിൻ്റെ പേരാണ് ന്യൂട്രൽ. ആ ന്യൂട്രൽ തീർച്ചയായിട്ടും എർത്ത് ചെയ്തിരിക്കണം. എർത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ആ എർത്ത് കണക്ഷൻ പ്രോപ്പർ കിട്ടിയില്ലെങ്കിൽ ട്രാൻസ്ഫോമറിൽ അതിൻ്റെ അൺബാലൻസ്ഡ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ തുലനാവസ്ഥ ഇല്ലാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടായിരിക്കുകയും അത് വൈൻഡിങ്സിനും ഒക്കെ അത് നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എർത്ത് ഫാൾട്ടിനെ പോലെ തന്നെ സർജ് കറണ്ട്, ഇപ്പോൾ നമ്മൾ അതിന് ഈ രക്ഷാജാലകങ്ങളൊക്കെ ഉണ്ട് ഒരു ട്രാൻസ്ഫോർമറിന്. അത് ഹൈ വോൾട്ടേജ് വരുമ്പോൾ അതിൻ്റെ സർജ് കറണ്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, ബ്ലോക്കഡ് ആവുന്നില്ലേ എന്നുള്ളത്, ആ ഒരു മെക്കാനിസം കറക്റ്റ് വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സർജ് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ട് അതിന് ഇൻപുട്ട് സൈഡിൽ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ക്ലിയർ ആക്കി വെക്കണം.
അടുത്തതാണ് ബുഷിംഗ് എന്ന് പറയുന്നത്. ബുഷിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസുലേറ്റർ നമ്മൾ അതിലേക്ക് ബോഡിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ടെർമിനൽസിന് നമ്മൾ വെക്കുന്ന ഒരു സൈഡാണ് ബുഷിംഗ്. ഈ ബുഷിംഗ് ആണ് പോർസലിൻ മെറ്റീരിയലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പോർസലിൻ മെറ്റീരിയൽ ഒരു കളിമണ്ണ് പദാർത്ഥം പോലുള്ളതാണ്. അത് തീർച്ചയായിട്ടും താഴെ വീണാൽ പൊട്ടും. സ്വാഭാവികമായിട്ട് അത് മേലെ ഒരുപാട് കാലം കഴിയുമ്പോൾ അതിന് മെക്കാനിക്കൽ ഫോഴ്സ് കൂടുതലായിട്ട് വരുമ്പോഴും ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ക്രാക്ക് വീണ സമയത്ത് അത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് വരുന്ന 11 kV 11,000 ഒക്കെ വോൾട്ട് ഡയറക്റ്റ് ഈ ട്രാൻസ്ഫോർമറിൻ്റെ പിന്നെ വെച്ചിരിക്കുന്ന പ്രതലത്തിലൂടെ താഴത്തേക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ ബോഡിയുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ക്രാക്കഡ് ആയിട്ട് വരുന്ന പോർസലിൻ മെറ്റീരിയലുള്ള ബുഷസ് എത്രയും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? മാറ്റണം, ചേഞ്ച് ചെയ്യണം. അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് ഒരു 1000 kVA ചോടെയുള്ള ട്രാൻസ്ഫോർമറുകളെ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ ഇതിൽ വലിയൊരു ടേബിൾ ആക്കിയിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മൊത്തം പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഹവർലി അല്ലെങ്കിൽ ഡെയിലി, മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഒക്കെ എന്ത് ചെയ്യുക, ഇയർലി അല്ലെങ്കിൽ 2 ഇയർ കൂടുമ്പോൾ 5 ഇയർ കൂടുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഓരോ ഇതിൻ്റെ ലെവലിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ട്രാൻസ്ഫോർമറിൻ്റെ ഓരോ ഭാഗങ്ങൾ, ഇപ്പം മേൽപ്പറഞ്ഞ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ബ്രീത്തർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഓയിൽ ആയിക്കോട്ടെ, ഓയിൽ ലെവൽ ആയിക്കോട്ടെ, അതിൻ്റെ എർത്ത് റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, പിന്നെ റിലേ, അലാം സർക്യൂട്ട്സ് ആയിക്കോട്ടെ, പിന്നെ ടാങ്ക്സ്, കൺസർവേറ്റർ ടാങ്ക്സ് ആയിക്കോട്ടെ, അതിൻ്റെ മെയിൻ ടാങ്ക് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സിലിക്ക ജെല്ലിൻ്റെ കളർ, സിലിക്ക ജെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറ്, ഇവയെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രീക്വൻ്റ്ലി നമ്മൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിലിക്ക ജെല്ലിൻ്റെ കളറ് ആദ്യം ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിരുന്നെങ്കിൽ പിന്നെ അത് ബ്ലൂവിഷ് ആയിട്ട്, ലൈറ്റ് ബ്ലൂ ആയിട്ടും പിന്നെ ഡാർക്ക് ബ്ലൂ ആയിട്ടും പിന്നെ അത് പിങ്ക് ബ്ലൂ കളറിലോട്ടും അത് മാറും. അപ്പോൾ പിങ്ക് കളറിലേക്ക് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലേക്ക് എയർ കയറുമ്പോൾ പിന്നെ എന്ത് ചെയ്യില്ല, ആ ഒരു മോയ്സ്ചറിനെ അതിനെ അബ്സോർബ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സിലിക്ക ജെൽ എത്രയും പെട്ടെന്ന് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ ഓയിലിന് ലീക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ ഫിൽട്ടർ, ഓയിൽ ഫിൽട്ടറിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ എവിടെയെങ്കിലും ഈ പറയുന്ന ട്രാൻസ്ഫോർമറിൻ്റെ ടാങ്കിന് എവിടെയെങ്കിലും ഒരു ക്രാക്ക്, വിള്ളൽ വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇൻസുലേറ്ററിൽ വെച്ചിരിക്കുന്ന ബുഷസ് അഥവാ പോർസലൈനിന് ഡാമേജ് വന്നിട്ടുണ്ടോ, പിന്നെ അതുപോലെ തന്നെ നെട്ടും ബോൾട്ടും ഫിക്സ് ആയിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ നെട്ടും ബോൾട്ടും അതിൻ്റെ ടൈറ്റിംഗ് സെറ്റിംഗ്സ് വളരെ എന്തെങ്കിലും ഡാമേജ് വന്നിട്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന ഫ്രീക്വൻ്റ്ലി, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആഴ്ചയിലൊരു ദിവസം, മാസത്തിലൊരു ദിവസം, അല്ലെങ്കിൽ പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം, വർഷത്തിൽ 4 പ്രാവശ്യം, ക്വാർട്ടർലി എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ 2 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 5 ഇയർ കൂടുമ്പോഴോ എല്ലാം തന്നെ നമ്മൾ ഇത് ചെയ്യണം. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് ഇനി നമുക്ക് 4th ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ.